ശ്രീ ആർ രാധാകൃഷ്ണൻ സാർ, നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന സംഗതി കുറേ നാളുകളായി ഇതിൻ്റെ ആലോചന ഒക്കെ ഒരുപക്ഷെ നടന്നു കാണാം. വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 2019 ഇങ്ങനെ ഒന്ന് അവിടെ നിന്ന് കൊള്ള ചെയ്തു പോയി എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. കാരണം കുറേയേറെ സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ 96 അവിടെ സ്വർണം പൂശിയ സമയത്ത് അതിൻ്റെ രേഖകളൊന്നുമില്ല. 98 വിജയ് മല്യ കൊടുത്ത സമയത്ത് അതിൻ്റെ രേഖകൾ എവിടെയാണ് എന്നുള്ള തരത്തിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു സമീപനമൊക്കെ അവിടെ ഉണ്ടായി. അതായത് ഒരു രേഖപ്പെടുത്തലും ഇല്ലാതെയാണ് ശബരിമലയിൽ വിലപ്പെട്ട വസ്തുക്കൾ അവിടെ ഭക്തർ കാണിക്കയായി സമർപ്പിച്ചതൊക്കെ സൂക്ഷിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ ആരുടെ കയ്യിലേക്ക് എങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്നതിലടക്കം സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയ ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ള വലിയ സംശയം ഉന്നയിക്കുന്നത്. അത് സ്ഥിരീകരിക്കുന്ന, അതിലേക്ക് വഴിതെളിച്ചു വിടുന്ന ചില സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. ചില ദേശീയ ബന്ധങ്ങൾ, അന്തർദേശീയ ബന്ധങ്ങളൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരളത്തിലെ വളരെ വലിയ, നന്നായി പ്രവർത്തിക്കുന്ന ഒരു ധർമ്മസ്ഥാപനമാണ്. ഇതിൻ്റെ നിയമം അനുസരിച്ച് ഇതിൻ്റെ ബോർഡ് ഭരണാധികാരികളെ നിയമിക്കുന്നത് കാലാകാലങ്ങളിൽ സർക്കാരുകളാണ്. അപ്പോൾ ആ സർക്കാരിന് മുമ്പ് ഇത് രാജപ്രമുഖൻ നിർവഹിച്ചിരുന്നതാണ്. അപ്പോൾ ആ കാലത്തിൽ ഇവരുടെ ഉത്തരവാദിത്തങ്ങളെന്ന് പറയുന്നത് ഈ ക്ഷേത്രകാര്യങ്ങൾ, മൈനറായ ക്ഷേത്രങ്ങളുടെ ഈ ദേവാലയങ്ങൾ, ദേവീദേവന്മാരുടെ താല്പര്യം അനുസരിച്ച് പൂജ നടത്തുക, അവരുടെ ക്ഷേത്ര സ്വത്തുകൾ സംരക്ഷിക്കുക. അതൊരു ട്രസ്റ്റിയാണ്. ഈ ട്രസ്റ്റി എന്നുള്ള നിലയിൽ ഈ ദേവാലയ സ്ഥാപനങ്ങളുടെ സമ്പത്ത് ദുർവിനിയോഗം ചെയ്യാനോ അന്യാധീനപ്പെടുത്താനോ വ്യതിയാനം വരുത്താനോ ഇവർക്ക് ആക്റ്റിൽ ഒരു അധികാരവുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ 76 വർഷക്കാലമായി ഇത് വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചു വരികയും ഈ അടുത്ത കാലത്താണ് നമ്മൾ ഇതിന് തീരുമാനമെടുത്ത്, എനിക്ക് ബഹുമാനപ്പെട്ട പത്മകുമാർ സാർ പറഞ്ഞ അതിൽ ഒരു തിരുത്തുണ്ട്. ഈ ഒഫീഷ്യൽസ് ഒരു ദിവസം സ്വപ്നം കണ്ടിത് എടുത്ത് കൊടുക്കുകയല്ല. ഒഫീഷ്യൽസിന് കർശനമായി ഇൻസ്ട്രക്ഷൻസ് വരികയാണ്, ഓർഡേഴ്സ് വരികയാണ്. ക്യാബിനറ്റ് കൂടി, ബോർഡ് കൂടിയിട്ട് ബോർഡ് ഓർഡേഴ്സ് ഇഷ്യൂ ആണ്. അതെ, ഡു ദിസ്. അവരത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ അവരും അകത്താണ്. അപ്പോൾ ഇതൊക്കെ ഈ ധർമ്മസ്ഥാപനത്തിൻ്റെ ഈ സ്വത്തുകൾ എലിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പാർട്ടീഷൻ ചെയ്യാനോ അതില്ലാതാക്കാനോ ഒന്നും ഇവർക്ക് അധികാരമില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മളെ സംബന്ധിച്ച് കാണുന്ന വിഷയമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് വളരെ വലിയ ലോക ശ്രദ്ധയിലേക്ക് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു അന്വേഷണം വന്നത്. പക്ഷേ ഇത് ആദ്യത്തെ സംഭവമല്ല. ഇവരുടെ പ്രവർത്തനങ്ങൾ മൂലം ഇതുപോലുള്ള ദേവീദേവന്മാരുടെ സമ്പത്ത് നഷ്ടപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. കൂടുതൽ രാഷ്ട്രീയ അതിപ്രസരം ഇങ്ങോട്ട് വരിക, രാഷ്ട്രീയ ബോർഡുകൾ വരിക. ആദ്യകാലത്തെ ബോർഡുകളെ സംബന്ധിച്ചിടത്തോളം അത് മൂല്യം കുറഞ്ഞ ബോർഡ് അധികാരികൾ വരിക. ഇങ്ങനെയുള്ള ക്രമപ്രവൃത്തമായ ഒരു ശൈഥില്യമാണ് ഈ സ്ഥാപനം നേരിട്ടതെല്ലാം. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇത്. ഈ സ്വർണം, ഇപ്പം നേരത്തെ പറഞ്ഞു, ഈ സ്വർണത്തിനൊന്നും അവിടെ രേഖയിൽ വളരെ വ്യക്തമായ രേഖയുണ്ട്. അത് 1999 വളരെ വ്യക്തമായ രേഖയുണ്ട്. 95 മുതൽ UB ഗ്രൂപ്പുമായി നടത്തിയ ചർച്ചകളുടെ ഫയലുകൾ അന്വേഷണ ഏജൻസിക്ക് കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 3 ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പ്രഥമ ഉത്തരവിൽ കോടതി പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഈ ദേവാലയങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോടതിക്ക് അവകാശമുണ്ട്, കോടതിയുടെ ഉത്തരവാദിത്വമാണെന്ന് ആ ജഡ്ജ്മെൻറ്റ് പ്രത്യേകം പറയുകയാണ്. 3 ജഡ്ജ്മെൻറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെയാണ് ഈ ആദരണീയ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ആ ജഡ്ജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ പരാമർശവും നിരീക്ഷണമൊന്നുമല്ല, 87 പേജുള്ള ജഡ്ജ്മെൻറ്റ് വളരെ ക്ലിയറായിട്ട് ഈ അന്വേഷണത്തിൻ്റെ ദോഷങ്ങളെയും ഗുണങ്ങളെയും ഒക്കെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. വളരെ വ്യക്തതയോടുകൂടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇവരുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധക്കുറവുകൊണ്ട്, ബോർഡിൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഇത്ര വലിയ ഒരു കൊള്ളയിലേക്കും കുംഭകോണത്തിലേക്കും വഴിതിരിച്ചത്. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ 10 വർഷം, ഇപ്പോൾ ഇതല്ല, ഇതിനേക്കാൾ ഗുരുതരമായ പല കാര്യങ്ങളും കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ട്. ഇതിലൊക്കെ വളരെ ഗുരുതരമായ കാര്യങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പക്ഷപാതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഈ ദേവാലയ സ്ഥാപനങ്ങളെ
വലിയ നഷ്ടത്തിലെത്തിച്ച ഒരുപാട് സംഭവങ്ങൾ തിരുവിതാംകൂർ സമിതിൻ്റെ ആഡിറ്റ് ആയാലും ശരി, ലയബിലിറ്റികൾ ഈ ചുമതലകൾ ഈടാക്കുന്ന കാര്യത്തിലായാലും ശരി, ദേവസ്വം വസ്തുക്കൾ അന്യാധീനപ്പെടുത്തുന്ന കാര്യത്തിലായാലും ശരി, വളരെയധികം വീഴ്ചകൾ ഈ കഴിഞ്ഞൊരു 10-15 വർഷക്കാലത്ത് ബോർഡിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ബോർഡ് മാത്രമല്ല, അവിടെ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സമാന്തരമായി ഗവൺമെൻറ്റിൻ്റെ ലോക്കൽ ഫണ്ടിൻ്റെ ആഡിറ്റ് വിഭാഗം ഈ ശബരിമല ഉൾപ്പെടെ കൺകറൻ്റ് ആഡിറ്റ് നടത്തുന്നുണ്ട്. ഇവരുടെയൊക്കെ വീഴ്ച പിന്തുടർച്ചയായ വീഴ്ചകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇമാതിരിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇവിടെ രേഖയില്ലെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. രേഖയുണ്ട്. പക്ഷേ നമ്മൾ മറ്റ് ദേവസ്വങ്ങളിലെ ഈ വിലപിടിച്ച ഉരുപ്പടികൾ പോലെയുള്ള ഒരു രേഖയല്ല ഉള്ളത്. കാരണം ഇത് ശ്രീകോവിലിൻ്റെ ചുറ്റും, ശ്രീകോവിലിൻ്റെ ആ ഭിത്തികളിലും ദ്വാരപാലക വിഗ്രഹങ്ങളിലൊക്കെ പതിപ്പിച്ചിരുന്ന സ്വർണ്ണമാണ്, വാല്യുബിൾസാണ്. മറ്റ് സാധാരണ നമ്മളൊരു അമ്പലത്തിലൊരു മാല നടക്കി വെച്ചാൽ അതിന് രേഖകളുണ്ട്, അത് സൂക്ഷിപ്പുണ്ട്. അതുപോലെ അത് നഷ്ടപ്പെട്ടാൽ അന്വേഷിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇത് അതല്ല, അവിടെ പരസ്യമായി പതിപ്പിച്ചിട്ടുള്ള 99 പതിപ്പിച്ചിട്ടുള്ള സ്വർണ്ണമാണ് പോയിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് വീഴ്ചക്കാരുടെ പേരിലുള്ള അന്വേഷണം ഇല്ല എന്ന് വരുത്താൻ വേണ്ടിയാണ് വാസു ജാമ്യാപേക്ഷയിൽ പറഞ്ഞത്. അതിനൊന്നും രേഖയില്ല. അതിന്റെ പണി അവിടുന്ന് കിട്ടിയല്ലോ. ഇത് സ്വർണം പൂശിയതിന്, സ്വർണം ഒട്ടിച്ച് അമാൽഗമേറ്റ് ചെയ്തതിന് ഒരു രേഖയുമില്ല എന്ന് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അതിന് കിട്ടേണ്ട മറുപടി ആ 87 പേജുള്ള ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ നമുക്ക് വ്യക്തമാവും. അങ്ങനെ പറഞ്ഞതിൻ്റെ ദൂഷ്യം അവരനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ചെയ്തത് മാത്രമല്ല, ഈ വീഴ്ചകൾ മാത്രമല്ല, ഇത് ഈ ദേവാലയ സ്ഥാപനങ്ങളെ, ഈ ക്ഷേത്രങ്ങളെ എന്തുമാതിരി ബാധിച്ചിട്ടു എന്ന് വളരെ വിശദമായ വ്യാപകമായ കഴിഞ്ഞ 10 വർഷത്തെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞേക്കുന്നത് 2014 മുതൽ 25 വരെയുള്ള സംഭവങ്ങൾ അന്വേഷിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പോരാ, ഒരു 7-8 വർഷം മുമ്പ് കൂട്ടിയുള്ളതുകൂടി അന്വേഷിക്കണം. കാരണം ഇതിൻ്റെ വൻതോതിലുള്ള ക്ഷേത്ര സമ്പത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ വീഴ്ച കൊണ്ട് ഇവരുടെയും ഉദ്യോഗസ്ഥന്മാരെ ഇതുകൂടെ അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, അതാണ് ഏതാണ്ട് ഒരു 30 വർഷത്തെയെങ്കിലും കണക്കെടുപ്പ് വേണം എന്നുള്ള ആവശ്യമാണ് പൊതുജനങ്ങളിൽ നിന്നടക്കം ഉയരുന്നത്.